പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. യുദ്ധവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. യുദ്ധം ആരോട്, എന്തിനു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശം സത്യവിശ്വാസികളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പരിപാടിയിടുകയും ഒരുക്കം കൂട്ടുകയും ചെയ്യുന്ന ആളുകളോട് അങ്ങോട്ട് യുദ്ധം ചെയ്തു കൊള്ളുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും അക്രമികളോട് പക തീർക്കുവാനോ പേരിനോ പെരുമക്കോ വേണ്ടി ആവാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മത സുരക്ഷിതത്വത്തിനു വേണ്ടിയും അള്ളാഹുവിന്റെ വാക്യം ഉന്നതിപ്പെടുത്തുന്നതിനും വേണ്ടി ആയിരിക്കണമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശമില്ലാത്ത സഖ്യ ഉടമ്പടികൾ കാരണം അടങ്ങിയിരിക്കുന്ന കൂട്ടുകാരെ നേരെ യുദ്ധത്തിനൊരുങ്ങുക, അതുപോലെ യുദ്ധശാലികളല്ലാത്ത വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ എന്നിവരെ വധിക്കുക, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ അംഗങ്ങൾ ചോദിക്കുക എന്നീ കാര്യങ്ങൾ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നും അത്തരം കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദുൽ ഹറമിൽ വെച്ച് യുദ്ധം പാടില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മസ്ജിദുൽ ഹറം എന്നതുകൊണ്ട് മക്ക ഹറമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിഷേധികൾ അവരുടെ യുദ്ധം അവസാനിപ്പിക്കുകയും അക്രമങ്ങളും അനീതികളും അവസാനിപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചു കൊള്ളുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് എന്നും അവർ മുമ്പ് പ്രവർത്തിച്ച അക്രമങ്ങൾക്ക് നേരെ നടപടിയെടുക്കുകയില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുകയും അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിനെതിരെ അക്രമങ്ങളും കുഴപ്പങ്ങളും കൈകടത്തലുകളും ഇല്ലാതാകുന്നതോടുകൂടെ യുദ്ധത്തിന്റെ ആവശ്യകത ഇല്ലാതാകുന്നു. അല്ലാതെ എവിടെയും ശിർക്കും കുഫറും ഇല്ലാതായി ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ യുദ്ധം നടത്തിക്കൊള്ളണമെന്നല്ല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലതാനും. നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത, നിങ്ങളുടെ വാസസ്ഥലത്തിൽ നിന്നും നിങ്ങളെ ബഹിഷ്കരിക്കാത്ത ആളുകളോട് നന്മ പ്രവർത്തിക്കുന്നതിലും അവരോട് നീതിമുറ പാലിക്കുന്നതിലും വിരോധമില്ല എന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്തുവാനും റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.